പണ്ട് CPM-ന്റെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തുടങ്ങി വെച്ചൊരു പോരാട്ടമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഒരു പോരാട്ടം. അതിപ്പോൾ തുടർന്നു കൊണ്ടുപോകുന്നത് VM സുധീരനാണ്. അദ്ദേഹം എന്ത് വില കൊടുത്തും വെള്ളാപ്പള്ളിയെ കുടുക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ ഇറങ്ങുകയാണ്. പക്ഷേ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ഒരു മെല്ലെപ്പോക്കുണ്ടോ VD സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സാധാരണ ഒരു കള്ളൻ, ഒരു കൊള്ളക്കാരൻ, ഒരു കള്ളനെയും കൊള്ളക്കാരനെയും നിയമത്തിൻ്റെ എല്ലാ രീതിയിലൂടെയും നമുക്ക് കീഴ്പ്പെടുത്താനും ശിക്ഷിപ്പിക്കാനും പറ്റും. പക്ഷെ സമുദായത്തിൻ്റെ ബലത്തിലും രാഷ്ട്രീയത്തിൻ്റെ ബലത്തിലും അധികാരത്തിൻ്റെ ബലത്തിലും ഇരിക്കുന്ന കള്ളന്മാരെ കൊള്ളക്കാരെയും പിടിച്ച് കീഴ്പ്പെടുത്തുക, ശിക്ഷിപ്പിക്കുക, നിയമം നടപ്പാക്കാത്തവർ വലിയ പ്രയാസമുള്ള പണിയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുന്ന നേതൃത്വമാണ് UDF-ന്റെ നേതൃത്വം. അപ്പോൾ ആ നിലപാടിന് കൂടി കിട്ടിയ അംഗീകാരമാണ് ഞങ്ങളുടെ 102 സീറ്റ്. അതെ, വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞതിന്, പിണറായി വിജയനെതിരെ പറഞ്ഞതിന്, വർഗീയതയ്ക്കെതിരെ പറഞ്ഞതിൻ്റെ ഇതെല്ലാം കൂടിയതാണ്. ഉമ്മൻചാണ്ടിക്ക് കൂടി കിട്ടിയൊരു വോട്ടാണത്. ഉമ്മൻചാണ്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി. അങ്ങനെ ഇതെല്ലാ ഫാക്ടേഴ്സും കൂടിയാണ് ഈ 102 സീറ്റ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പായാലും മറ്റ് ആത്മഹത്യ, മഹേഷിൻ്റെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിലെ ഇതിലായാലും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസോ ഒരു മെല്ലപ്പൊക്കോ ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ച് ആ പ്രൊസീജിയറിലൂടെ പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമയമെടുക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലക്കാലം VS അച്യുതാനന്ദൻ തുടങ്ങി വെച്ച ഒരു പോരാട്ടം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന 10 കൊല്ലക്കാലവും ഫ്രീസറിലായിരുന്നു ഇരുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന നിലപാട്, 124ഓളം തട്ടിപ്പ് കേസ്, ആത്മഹത്യാ പ്രേരണ കേസ്, അതുപോലെ സ്വന്തം സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമവിരുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ കയറി വന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഇരിക്കുന്ന, നിരന്തരം വർഗീയത പറയുന്ന, മലപ്പുറത്ത് മുസ്ലിങ്ങളെയും കോട്ടയത്ത് ക്രിസ്ത്യാനികളെയും തെറി വിളിച്ചിട്ട് കണിച്ചുകുളങ്ങരം പോയി സ്വന്തം സമുദായത്തെ കൊള്ളയടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവായിട്ടുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തിരുത്തിയിട്ട് പിണറായി വിജയൻ 1ാം നമ്പർ കാറിൽ കൊണ്ടുപോയി എൻഡോഴ്സ് ചെയ്യുമ്പോൾ എന്ത് സന്ദേശം നമുക്ക് കിട്ടിയത്? അത് VS അച്യുതാനന്ദൻ്റെ മുഖത്തെ കാർക്കിച്ച് തുപ്പുന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ 10 കൊല്ലക്കാലം എടുത്തത്. അപ്പോൾ VS അച്യുതാനന്ദന് ശേഷം കൃത്യമായി അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് VM സുധീരൻ മുന്നോട്ട് പോകുന്നത്. VM സുധീരനും ഇതുപോലെ സമാനമായ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു വ്യത്യസ്ത നേതാവാണ്. അപ്പോൾ എന്നും പ്രതിപക്ഷമായിരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷമാകുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് വെളിവാക്കുന്നത്. VS അച്യുതാനന്ദനെ കുറിച്ചിട്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നയത്തോട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗ രീതിയോട്, അദ്ദേഹം എടുക്കുന്ന വിഷയത്തോടൊക്കെ പലപ്പോഴും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും ആ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് കേരളം ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഒരാളും പറയില്ല. അദ്ദേഹം ഒരു വഞ്ചകനും ചതിയനുമാണെന്ന് പറയില്ല. മനസ്സിലായോ? അദ്ദേഹം ഒരു കൂടെ നിന്നിട്ട് ചതിച്ചു കളയും, കൂട്ടത്തിൽ കുത്തിയാണെന്ന് ഒരിക്കലും പറയില്ല. ആ മനുഷ്യനെല്ലാം കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ VS അച്യുതാനന്ദന് ഒരു ഇടം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ അങ്ങനെ ഒരു ഇടമില്ലാതെ പോയത് സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ, സഖാക്കന്മാരെ പോലും പറ്റിച്ചു എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അത് പ്രൂവ് ചെയ്യാൻ പിണറായി വിജയന് പറ്റില്ല. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ കൂടെയായിരുന്നു. ആ അവസരം ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു, നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ച് അതിൻ്റേതായ റൂട്ടിലൂടെ വെള്ളാപ്പള്ളി നടേശൻ അതിൽ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അങ്ങനെ അല്ലാതെ വന്നാൽ മാത്രമേ ഈ മെല്ലെപ്പോക്കെന്നുള്ള നിലപാടിന് ഇപ്പോൾ പ്രസക്തിയുള്ളൂ. സ്വാഭാവികമായൊരു സമയം കൊടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട്, സമയം, ലീഗൽ പ്രൊസീഡിങ്സിന് സമയം കൊടുക്കേണ്ടതാണ്. അല്ലാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലൊരു അനുഭാവം കാണിച്ചെന്ന് തോന്നിയാൽ VM സുധീരൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുറകിൽ അണിനിരുന്ന് സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാവും. ഞങ്ങൾക്ക് അറിയാം ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ അധ്വാനം മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവ് കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും മുന്നോട്ട് പോവുക. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. നീതിന്യായ സംവിധാനത്തെ, പോലീസിങ്ങിനെ, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ, സാമൂഹ്യ ബോധത്തെ, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെ, മതസൗഹാർദ്ദത്തെയൊക്കെ വെല്ലുവിളിച്ച ഒരു മനുഷ്യൻ ഇത്രത്തോളം ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടും ഇത്ര കാലം സംരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമായിരുന്നു.
അതെ. അപ്പോൾ വെള്ളാപ്പള്ളി കുറ്റാരോപിതനായിരിക്കെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടത് വലിയ വിവാദമായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയും ഈ പറയുന്നത് പോലെ തന്നെ കുറ്റാരോപിതൻ തന്നെയാണ്. അപ്പോൾ ഇതേ ആരോപണം അവിടെയും ആപ്ലിക്കബിൾ ആവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ പറയാവുന്നതാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്ന വേറെ രീതിയിലാണ്. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നാളെ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ മറ്റേതെങ്കിലും ഒരു മത സാമുദായിക നേതാക്കന്മാരോ മതമേലധ്യക്ഷന്മാരോ വി ഡി സതീശനെ അങ്ങോട്ട് പോയി കണ്ടാൽ അതിലൊരു തെറ്റ് പറയും. വി ഡി സതീശൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ആർക്ക് വേണമെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോയി കാണാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. തിരിച്ചങ്ങോട്ട് പോയി കാണുമ്പോഴാണ് ആളുകൾ ഇതിനു മുമ്പ് പറഞ്ഞ നിലപാടിൽ നിന്ന് തിരുത്തിയോ എന്ന് ചോദിക്കുക. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയും സമാനമായ സാഹചര്യത്തിലാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അഭിനന്ദിക്കാനും നേരിട്ട് ഒരു സൗഹൃദ സന്ദർശനം നടത്തി. അതിലൊന്നും ഒരു തെറ്റ് പറയാനില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫേവർ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെല്ലപ്പൊക്കം തോന്നിയാൽ അത് വിമർശിക്കപ്പെടേണ്ടതാണെന്നാണ് അവിടുത്തെ ഒരു ടേക്ക്. അതെ, ഇതുമായിട്ട് ബന്ധമില്ല, പക്ഷേ ഉറപ്പായും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പത്മഭൂഷൺ കിട്ടുന്ന എല്ലാ മനുഷ്യരുടെയും ഇങ്ങനെ പ്രൊഫൈൽ നോക്കും. അതിൽ ഇപ്പോൾ BJP സർക്കാർ വന്നതിന് ശേഷമാണ് ചില വിമർശനങ്ങൾക്ക്. കാരണം ചില ആളുകളൊക്കെ കൃത്യമായ ഒരു RSS താല്പര്യത്തിൽ കൊടുത്തുന്നു. അപ്പോൾ പോലും അങ്ങനെ 1-2 രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും പൊതുവിൽ പത്മഭൂഷൺ കിട്ടുന്ന മനുഷ്യർ എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ടവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവരാണെന്ന് തോന്നുന്നു. പിന്നെ വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആ പദങ്ങളൊക്കെ ഞാൻ എടുത്തു. പത്മ പുരസ്കാരത്തിനൊരു വലിയ വിലയുണ്ട്. രാജ്യത്തിൻ്റെ ഒരു പരമോന്നത അവാർഡുകളിൽപ്പെട്ട ഒന്നാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് പിടിച്ചുകൊണ്ട് നിന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ മനുഷ്യർ ഇപ്പം അതിനെന്താ പറയുക, ഈ നമ്മൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരിതുണ്ട്, ഈ നിലപാടുകളെ വിഴുങ്ങുന്നവരെ ഈ ഛർദ്ദിക്കുന്നത് ഭക്ഷിക്കുന്ന ആളുകളിൽ നിന്ന്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണ് ചെയ്തത്. ആ പത്മ അവാർഡിൻ്റെ വില കളഞ്ഞൊരു മനുഷ്യനാണ്. മറ്റു പലരുടെയും കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയ ആരോപണമാണ് ഉള്ളെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പത്മ അവാർഡ് മേടിച്ചപ്പോൾ അത് BJP കൊടുത്ത ഒരു സമ്മാനപ്പൊതി എന്നുള്ളതിനേക്കാൾ അത് രാഷ്ട്രീയമാണ്. അതിനേക്കാൾ അപ്പുറം വെള്ളാപ്പള്ളിയുടെ സ്വയം നിലപാട് അത് അസഹനീയമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ പറ്റും? അപാര തൊലിക്കട്ടി വേണം അങ്ങനെ നിൽക്കണമെങ്കിൽ. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ ഈ പത്മ അവാർഡ് മേടിച്ചിട്ട് നിൽക്കുന്ന ചിത്രം പത്രത്തിൽ വന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രം കണ്ട നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം സ്വന്തം തോലുരിഞ്ഞ് വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ. എൻ്റെ പൊന്നാശാനെ, നിങ്ങൾ എന്നെക്കാളും കട്ടിയുള്ള ആളാന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹം എങ്ങനെയത്, ഞാൻ പറയില്ല, അദ്ദേഹം ഏത് പട്ടിക്കും കിട്ടും, കാശ് കൊടുത്താൽ കിട്ടും, എനിക്കത് വേണ്ട, തരാന്ന് പറഞ്ഞാലും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇത് വാങ്ങാൻ പോകുന്ന ദൃശ്യങ്ങൾ കണ്ടല്ലോ. എല്ലാവരെയും പോയി നമസ്കരിക്കുന്നു, വളരെ ഭവ്യതയോടെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെള്ളാപ്പള്ളിയുടെ ഒരു മുഖത്തോടെ പോയത് ഏറ്റുവാങ്ങുന്നു, വളരെ ഹാപ്പിയായി. എന്നിട്ട് ഇവർ പറയാ, അദ്ദേഹം പറഞ്ഞ എന്താ, ശ്രീനാരായണ ഗുരുവിനുള്ള അംഗീകാരമാണെന്ന്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കുമാരനാശാനോ ഡോക്ടർ പൽപുവിനോ ശ്രീനാരായണ ഗുരുവിന് തന്നെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ. മരണാനന്തര ബഹുമതിയായിട്ടും ഒത്തിരി അവാർഡുകൾ കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാമല്ലോ. വെള്ളാപ്പള്ളി നടേശന് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ സെലക്ട് ചെയ്തതിൽ പിണറായി വിജയന്റെ സർക്കാരും ഉണ്ട്. പിണറായി സർക്കാരിന്റെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും സമ്മാനപ്പൊതിയാണ് വെള്ളാപ്പള്ളിക്ക് കിട്ടിയത്. വെള്ളാപ്പള്ളി അത് മേടിച്ചപ്പോ ഗുരുവിനെ ഓർത്തെന്ന് പറഞ്ഞ് കണ്ടമിടറി കണ്ണ് നിറഞ്ഞു. ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. ആദ്യമായിട്ട് ഗുരുവിനെ ഓർത്തല്ലോ. കള്ള് കച്ചവടം നടത്തി പോർത്തില്ല, കൂട്ടത്തിലുള്ളവരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തി പോർത്തില്ല, വർഗീയത പറഞ്ഞപ്പോ ഓർത്തില്ല, ആത്മഹത്യ പ്രേരണ നടത്തി പോർത്തില്ല. ഇപ്പൊ സമ്മാനം കിട്ടിയപ്പോ ഗുരുവിനെ ഓർത്തിട്ടുണ്ട്. ജോക്സ് അപ്പാർട്ട്, അദ്ദേഹം ശരിക്കും ഈ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാത്തൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി എന്ത് പറയുന്നത് നോക്കി ശ്രദ്ധ കൊടുക്കുകയാണ്. ഒരു രാഷ്ട്രീയ സാംസ്കാരിക മാലിന്യമാണ് അദ്ദേഹം എന്ന് പറയുന്നതിനൊരു തെറ്റില്ല. അതായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, വ്യക്തി എന്നുള്ളതിലേക്ക്, മനുഷ്യൻ എന്നുള്ളതിലേക്ക് എല്ലാ മനുഷ്യർക്കും തുല്യ അന്തസ്സിന് അർഹതയുണ്ട്, നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ഒക്കെ മാനിക്കണം. പക്ഷേ അദ്ദേഹം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, രാഷ്ട്രീയവും ആയിട്ടുള്ള നിലപാടുകളൊക്കെ ഒരു സാംസ്കാരിക മാലിന്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കേരളത്തിൻ്റെ മത സാമുദായിക സാഹോദര്യ മൂല്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. എങ്ങനെ ഒരു മനുഷ്യന് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താ അദ്ദേഹം കേരളത്തിൻ്റെ
നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിനാണ് കൊടുക്കുന്നത്? സ്വയം ഇരിക്കാനുള്ള? അത് പിണറായി വിജയൻ നല്ല ഭക്തനാന്നുള്ള പട്ടം കൊടുത്തില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആക്കി വെച്ചത്. പക്ഷെ അദ്ദേഹം ആലോചിക്കേണ്ടതാണ്, ഈ വയസ്സാങ്കാലം മനുഷ്യൻ്റെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. അപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യര് തിരുത്താനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഷാർക്കുകളെ പോലുള്ള മനുഷ്യർ പോലും ഗോൾഡ് ഫിഷുകളാകുന്ന കാലത്ത് അദ്ദേഹം ഇപ്പോഴും വീര്യം കുറയുന്നില്ല. എങ്ങനെയാണ് ഉറങ്ങി എഴുന്നേക്കുന്നത്? അതിരാവിലേക്ക് വന്ന് വർഗീയത പറയുന്ന ആളൊക്കെ അപ്പോൾ ഉറക്കത്തിൽ പോലും വർഗീയതയാണ് ചിന്തിക്കുന്നതും ശ്വസിക്കുന്നതും. എല്ലാ മനുഷ്യരും അതിരാവിലെ കുറച്ചൊക്കെ ഒരു നന്മയൊക്കെ ഉണ്ടാവുന്നത്, പക്ഷെ അതിരാവിലെയൊക്കെ പത്രക്കാരെ കണ്ടിട്ട് വർഗീയത പറയുന്നു, മറ്റേണ്ടിയിരിക്കുന്നു, കറക്റ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അദ്ദേഹം സ്വയം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിയമം മൂലം നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അത്.